ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാം ഒരുപാട് നന്ദി. അതേപോലെ തന്നെ ഈ പ്രാവശ്യം കൊല്ലം കണ്ണൂർ എക്സാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സിൽ നിന്നും അതേപോലെ തന്നെ PYQ സീരീസിൽ നിന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മളെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും ഒരു 50 മാർക്കിന് മുകളിലേക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സും കഴിഞ്ഞ് അതിൻ്റെ പക്ക നോട്ട്സ് നിങ്ങൾക്ക് അയക്കുന്നത് PDF ആയിട്ടുള്ളത് നമ്മുടെ ടെലഗ്രാമിലേക്കാണ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കൃത്യം 9 മണിക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പോൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൂടി അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ഒരു റിവിഷൻ കൊണ്ടുള്ള ഫുൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അതേപോലെ നന്നായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമുക്ക് ഡേ 3 ആണ് നമ്മൾ ക്ലാസ്. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ലോക ചരിത്രം എന്ന ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. വളരെ ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. കാരണം ഫ്രഞ്ച് റവല്യൂഷൻ, അതേപോലെ തന്നെ റഷ്യൻ റവല്യൂഷൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അതേപോലെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, അതേപോലെ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന, ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2021 മുതൽ 2024 വരെ PSC എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. കാരണം ഒരു ക്വിക്ക് റിവിഷൻ എന്ന ലെവലിൽ നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്, കൂടുതൽ ചോദ്യങ്ങളിലൂടെ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ റാപ്പിഡ് റിവിഷൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും ഇങ്ങനെ തന്നെ വേണം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് ഇന്നത്തെ. അപ്പോൾ ഫസ്റ്റ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ആദ്യത്തെ നമ്മുടെ ടോപ്പിക് വരുന്നത്. നമുക്കറിയാം വേൾഡ് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള വസ്തുതകളിലേക്ക് പോവാം. ഫസ്റ്റ് ചോദ്യം നമുക്ക് CPO മെയിൻ 2022 ചോദിച്ച ചോദ്യമാണ്. പെറ്റീഷൻ ഓഫ് റൈറ്റ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, അപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, അപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്. രണ്ടാമത്തെ ചോദ്യം, പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരെല്ലാമായിരുന്നു? അപ്പോൾ ആരെല്ലാമാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ വില്യം മൂന്നും അതേപോലെ തന്നെ മേരി സെക്കൻഡുമാണ് എന്ത് പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ. ഓക്കെ, അതായത് CPO മെയിൻ 2023 ചോദിച്ച ചോദ്യമാണ്. അടുത്തത്, രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? ഓക്കെ, വളരെ എന്താണ് നമ്മൾ ഒത്തിരി തവണ പറഞ്ഞു പോയതാണ് രക്തരഹിത വിപ്ലവവും അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ആരാണ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നതും അവിടെ നിന്നും പുറത്താക്കിയത് ജെയിംസ് രണ്ടാമൻ എന്ന് പറയുന്ന രാജാവിനെയാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നമുക്കറിയാം, അതായത് 1688 ആണ് എന്തെന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം എന്ന് പറയുന്നത്. ആധുനിക കാലത്തെ ആദ്യകാല വിപ്ലവങ്ങളിൽ ഒന്ന് എന്ന് തന്നെയാണ് നമ്മൾ എന്തിനെ വിശേഷിപ്പിക്കുന്നത്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അതായത് 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ നടന്ന ട്യൂഡർ രാജവംശത്തിന്റെ ഭരണത്തിനെതിരായിട്ടാണ് ശരിക്കും എന്ത് വരുന്നത്, ഈ പറയുന്ന ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലണ്ടിലെ ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ച ഹെൻറി ഏഴാമൻ. ഓക്കെ, അപ്പോൾ ഈ രാജവംശത്തിന്റെ ഭരണകാലഘട്ടം നമുക്കറിയാം 1485 മുതൽ 1603 വരെയാണ് ട്യൂഡർ രാജവംശത്തിന്റെ ഭരണകാലഘട്ടം. അത് കഴിഞ്ഞതിൽ പിന്നെയാണ് സ്റ്റുവർട്ട് രാജവംശം വരുന്നത് 1603 മുതൽ 1714 വരെ. ഓക്കെ, അതൊക്കെ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു പോയതാണ് കഴിഞ്ഞ നമ്മുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ. ഓക്കെ, ഇനി ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ 1337 മുതൽ
1453 വരെ നടന്ന യുദ്ധമാണ് ശതവത്സര യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ചോദിക്കാറുണ്ട് PSC താഴെ പറയുന്നവയിൽ ശതവത്സര യുദ്ധം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ശതവത്സര യുദ്ധം എന്ന് പറയുന്നത്. ശതവത്സര യുദ്ധത്തിന്റെ ആരംഭകാലത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതിന്റെ ഉത്തരമാണ് എഡ്വേർഡ് മൂന്നാണ് ശതവത്സര യുദ്ധത്തിന്റെ ആരംഭകാലത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത്. കറുത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്ന രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ എഡ്വേർഡ് ഓഫ് വുഡ്സ്റ്റോക്ക് ആണ്. ഓക്കെ, അപ്പോൾ എഡ്വേർഡ് ഓഫ് വുഡ്സ്റ്റോക്ക് ആണ് എന്തെന്ന് പറയുന്നത് കറുത്ത രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഹെൻറി മൂന്നാമന്റെ കാലത്താണ് ഇംഗ്ലണ്ടിൽ പാർലമെന്റ് സംവിധാനം ഉടലെടുത്തത്. അപ്പോൾ ഹെൻറി മൂന്നാമന്റെ കാലഘട്ടത്താണ് എന്തെന്ന് പറയുന്നത് പാർലമെന്റ് സംവിധാനം ഉടലെടുത്തത്. രാജാവിന്റെ അതായത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റിൽ ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമനാണ്. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെറ്റീഷൻ ഓഫ് റൈറ്റ് 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ് നിലവിൽ വന്നത്. 1640 മുതൽ 20 വർഷം നീണ്ടുനിന്ന പാർലമെന്റ് അറിയപ്പെടുന്നതാണ് ലോങ് പാർലമെന്റ്. ഇതൊക്കെ നമ്മൾ വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി ഹോട്ട് ടോപ്പിക്സിൽ നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ 1640 മുതൽ 20 വർഷം അതായത് 1660 വരെ നീണ്ടുനിന്ന ആ ഒരു പാർലമെന്റ് അറിയപ്പെടുന്ന പേരാണ് ലോങ് പാർലമെന്റ്. PSC അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതായത് ലോങ് പാർലമെന്റ് താഴെ പറയുന്നവയിൽ ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ ഏത് വിപ്ലവ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1649 ജനുവരി 30 രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിക്കപ്പെട്ട ഭരണാധികാരി ആരെന്ന് പറയുന്നത് ചാൾസ് ഒന്നാമൻ. ഓക്കെ, അപ്പോ 1649 ജനുവരി 30 രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിക്കപ്പെട്ട ഭരണാധികാരിയാണ് ചാൾസ് ഒന്നാമൻ. 1649 മുതൽ 1660 വരെയുള്ള കാലഘട്ടം ബ്രിട്ടീഷ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം എന്ന പേരിലാണ്. അപ്പോൾ 1649 ടു 1660 വരെയുള്ള ആ ഒരു കാലഘട്ടത്തെ അറിയപ്പെട്ടിരുന്നതാണ് കോമൺവെൽത്ത് കാലഘട്ടം. ചാൾസ് ഒന്നാമന്റെ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ജനാധിപത്യവാദിയാണ് ഒളിവർ ക്രോംവെൽ എന്ന് പറയുന്നത്. ഒളിവർ ക്രോംവെല്ല്. ഓക്കെ, അപ്പോൾ ചാൾസ് ഒന്നാമന്റെ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ജനാധിപത്യവാദി ആരാണെന്ന് ചോദിച്ചാൽ ആരെന്ന് പറയുന്നത് ഒളിവർ ക്രോംവെൽ. ഇമ്പോർട്ടന്റ് ആണ് ഒളിവർ ക്രോംവെൽ. അതായത് നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം പഠിക്കുന്ന സമയത്ത് ഒലിവർ ക്രോംവെല്ലിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു പോയതാണ്. ഒലിവർ ക്രോംവെല്ലും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ റംബ് പാർലമെന്റ് എന്താണെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ അതൊക്കെ അത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അടുത്തത് ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഒലിവർ ക്രോംവെൽ ആണ്. 1688 മുതൽ 1689 കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിക്കുകയും പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്ത വിപ്ലവത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് രക്തരഹിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 1688 മുതൽ 1689 കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിക്കുകയും പാർലമെന്റ് അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്ത വിപ്ലവമാണ് എന്തെന്ന് പറയുന്നത് രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തിന് ദൃക്സാക്ഷിയായ ഇംഗ്ലീഷ് ഭരണാധികാരിയാണ് ജെയിംസ് രണ്ടാമൻ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ദൃക്സാക്ഷിയായ ഇംഗ്ലീഷ് ഭരണാധികാരി രക്തരഹിത വിപ്ലവത്തിന്റെ ജെയിംസ് രണ്ടാമനാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട രാജാവ് ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ് ജെയിംസ് രണ്ടാമനാണ്. രക്തരഹിത വിപ്ലവത്തിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഗ്ലോറിയസ് റവല്യൂഷൻ. ഓക്കെ, അപ്പോൾ രക്തരഹിത വിപ്ലവം അതർവൈസ് നോൺ ആസ് മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റവല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ് രക്തരഹിത വിപ്ലവമാണ്. ജോൺ ഹാംപ്ടൺ ആണ് മഹത്തായ വിപ്ലവം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത്. അപ്പോൾ ആ ഒരു പദം ആദ്യമായിട്ട് ആരാണ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോറിയസ് റവല്യൂഷൻ അല്ലെങ്കിൽ ഗ്രേറ്റ് റവല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ആ ഒരു പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് നമ്മുടെ ജോൺ ഹാംപ്ടൺ ആണ് അങ്ങനെ ആ പദം ആദ്യമായി ഉപയോഗിച്ചത്.
പാർലമെന്റ് അവകാശ നിയമം പാസാക്കിയ വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1689 പാർലമെന്റ് അവകാശ നിയമം പാസാക്കിയ വർഷം. ബിൽ ഓഫ് റൈറ്റ് അവകാശ നിയമം അല്ലെങ്കിൽ പത്രിക ഒപ്പുവെച്ചത് വില്യം മൂന്നും അതേപോലെ തന്നെ മേരി രണ്ടുമാണ്. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞതാണ് ബിൽ ഓഫ് റൈറ്റ് അവകാശ നിയമം അല്ലെങ്കിൽ പത്രിക ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം മൂന്നും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന മേരി രണ്ടും കൂടിയാണ് ഒപ്പുവെച്ചത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ചർച്ച ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ഇത് മൊത്തമായിട്ട് ഒരു 2 തവണയെങ്കിലും വായിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ചോദ്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. പെറ്റീഷൻ ഓഫ് റൈറ്റ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികളായിരുന്നു ആരൊക്കെ? വില്യം മൂന്നും മേരി രണ്ടും. ഇനി രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട രാജാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജെയിംസ് രണ്ടാമനാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ 1337 മുതൽ 1450 വരെ നടന്ന യുദ്ധമാണ് ശതവത്സര യുദ്ധം. ആക്ച്വലി ശതവത്സര യുദ്ധം എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഓക്കെ, ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലിയൻസ് നഗരത്തെ സംരക്ഷിക്കാൻ പോരാടിയ വനിത ആരാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ ചോദിച്ചാണ്. അതാണ് ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശതവത്സര യുദ്ധത്തിലെ ഫ്രാൻസിലെ ഓർലിയൻസ് നഗരത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടിയ വനിത ആരാന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഞാനൊരു എക്സ്ട്രാ ഫാക്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അത് ജോവാൻ ഓഫ് ആർക്കാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഹോട്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് അറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി അത് അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് ആരാന്നുള്ളതാണെങ്കിലും എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ 2 ഹോട്ട് ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. 2 എണ്ണം ചെയ്താൽ അത്രയും സന്തോഷം. ഓക്കെ, അപ്പോൾ 1857 ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതും അതേപോലെ തന്നെ കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് ആരാന്നുള്ളതുമാണ് ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. ഈ പറയുന്ന ഒളിവർ ക്രോംവെല്ല് ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. അതായത് ചാൾസ് ഒന്നാമന്റെ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ജനാധിപത്യവാദിയാണ് ആരെന്ന് പറയുന്നത്? ഒളിവർ ക്രോംവെല്ല്. ഒളിവർ ക്രോംവെല്ലുമായി ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? റംബ് പാർലമെന്റ്. ഓക്കെ, അപ്പൊ റംബ് പാർലമെന്റിന്റെ സൃഷ്ടാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത്? ആരാണ്? നമ്മുടെ ഒളിവർ ക്രോംവെല്ലാണ്. ഈ റംബ് പാർലമെന്റ് അറിയപ്പെടുന്നതാണ് എന്ത്? അവശിഷ്ട പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? റംബ് പാർലമെന്റ് ആണ്. ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ പറയാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ. അതായത് 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികൾ, ഏകദേശം 13ഓളം കോളനികളാണ് അവിടെ സ്ഥാപിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വടക്കേ അമേരിക്കയിലെ ബ്രിട്ടന്റെ 13 കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്തെന്ന് പറയുന്നത് മക്കളെ? അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന ലെവലിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. അങ്ങനെ വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു ഈ കുടിയേറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 18-ാം നൂറ്റാണ്ട് ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം എന്ന് പറയുന്നത് 13 എണ്ണമാണ്. ന്യൂ ഹാംഷെയർ, അതേപോലെ തന്നെ എന്താണ് മസാച്യൂസെറ്റ്സ്, കണക്റ്റിക്കട്ട്, ന്യൂ ജേഴ്സി, വെർജീനിയ, നോർത്ത് കരോലിന, ജോർജിയ, ന്യൂയോർക്ക്, റോഡ് ഐലൻഡ്, പെനിസിൽവാനിയ, ദലായർ, അതേപോലെ മേരി ലാൻഡ്, സൗത്ത് കരോലിന. ഇതാണ് ഈ 13 കോളനികൾ എന്ന് പറയുന്നത്. ഇങ്ങനെ വടക്കേ അമേരിക്കയിലെ ബ്രിട്ടന്റെ 13 കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അമേരിക്കൻ വിപ്ലവം എന്ന്
പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് ഒരു ഇൻട്രോ എന്ന് പറയുന്ന ലെവലിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇംഗ്ലണ്ടിലെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചുകൂട്ടിയ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ പങ്കെടുത്ത അമേരിക്കൻ കോളനി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലണ്ടിന്റെ എന്താണ് നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതിനായി വിളിച്ചുകൂട്ടിയ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ പങ്കെടുത്ത അമേരിക്കൻ കോളനിയാണ് ഏതെന്ന് പറയുന്നത് ജോർജിയ. ഓക്കെ, ഇനി ബോസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫയർമാൻ 2023 ചോദിച്ച ചോദ്യമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. എന്താണ് മക്കളെ ഈ ബോസ്റ്റൺ ടീ പാർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയ്ക്കുമേൽ ഉയർത്തിയ നികുതി ചുമത്തുന്നതിനെതിരായി, അതായത് ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയ്ക്കുമേൽ ഉയർന്ന നികുതി ചുമത്തുന്നതിനെതിരായി അമേരിക്കയിലെ ഒരു വിഭാഗം ജനങ്ങൾ കപ്പലിൽ നിന്നും 342 തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ ആ സംഭവത്തിന് പറയുന്ന പേരായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയ്ക്ക് മേലെ എന്ത് ചെയ്തു? ഉയർന്ന നികുതി ചുമത്തി. ഈ നികുതി ചുമത്തുന്നതിനെതിരായി അമേരിക്കയിലെ ഒരു വിഭാഗം ജനങ്ങള് കപ്പലിൽ നിന്നും 342 തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ആ സംഭവമാണ് എന്തെന്ന് പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം എന്നാണ് PSC ചോദിച്ചിട്ടുണ്ട്. 1773 ഡിസംബർ 16 നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പഠനത്തിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773 ഡിസംബർ 16. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? PYQ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. കാരണം അത്രത്തോളം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കോമൺ സെൻസ്. ഓക്കെ, അപ്പൊ കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇനി ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാണ് എന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷ 2022 ചോദിച്ച ചോദ്യമാണ്. എന്ത്? ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ ക്രിസ്റ്റഫർ കൊളംബസ് എത്തിയ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഉത്തരത്തിലേക്ക് എത്തണം. 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ ക്രിസ്റ്റഫർ കൊളംബസ് എത്തിയത്. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് അമേരിക്കയുടെ കിഴക്കേ തീരത്ത് കുടിയേറി പാർത്ത ഇംഗ്ലീഷ് ജനത അറിയപ്പെടുന്നത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഏതാണ്? തീർത്ഥാടക പിതാക്കൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് അമേരിക്കയുടെ കിഴക്കേ തീരത്ത് കുടിയേറി പാർത്ത ഇംഗ്ലീഷ് ജനതയാണ് തീർത്ഥാടക പിതാക്കൾ. ചോദിക്കാൻ വേണമെങ്കിൽ, കാരണം തീർത്ഥാടക പിതാക്കൾ താഴെ പറയുന്നവയിൽ ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വിപ്ലവവുമായാണ്? ഈ പറയുന്ന നമ്മുടെ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടില് മേഫ്ലർ എന്ന് പറയുന്ന കപ്പലിലാണ് അമേരിക്കയിൽ ആദ്യമായിട്ട് ആരെത്തുന്നത്? ഈ തീർത്ഥാടക പിതാക്കൾ എന്ന് പറയുന്ന ആളുകൾ എത്തുന്നത്. അപ്പോൾ ഈ പറയുന്ന മേഫ്ലർ എന്ന് പറയുന്ന കപ്പല് ഒന്ന് ഓർത്തു വച്ചോ. ചിലപ്പോൾ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റാങ്ക് മേക്കിംഗ് ആയിട്ട് ഒരു ചോദ്യം നമുക്ക് അവിടെ കിടക്കും. ഓക്കെ, ഇനി റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. റിപ്പബ്ലിക്കൻ എന്ന ഭരണരീതി ആദ്യമായി മുന്നോട്ട് വെച്ചത്. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യം അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്നത് ലോകത്തിന് നൽകിയ രാജ്യമാണ് എന്തെന്ന് USA എന്ന് പറയുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രസിദ്ധമായ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏത് വിപ്ലവ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. എന്ത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്?
ജെയിംസ് ഓട്ടിസ് ആണ് ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിയത്. ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളായിരുന്നു: ഭരണത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം വേണം, ജനങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഭരണം എന്താണ്, ജനവിരുദ്ധമാണ് എന്ന് മുദ്രകുത്തി. ഭരണത്തിൽ പങ്കാളിത്തം നൽകാതെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാൻ പാടില്ല. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലഘുലേഖനം അവതരിപ്പിച്ച വ്യക്തിയാണ് തോമസ് പെയിൻ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ്? ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ 2-3 തവണ പറഞ്ഞു പോയ വാക്കാണ് കോമൺ സെൻസ്. താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവം? വെരി വെരി ഇമ്പോർട്ടന്റ്, ഓർത്തു വച്ചോ. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് എന്തെന്ന് പറയുന്നത്, കോമൺ സെൻസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്ന ഓപ്ഷനിൽ നിന്നും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിക്കാത്ത ബ്രിട്ടീഷ് നിയമങ്ങൾ ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങൾ ഏതാണെന്ന് ചോദിക്കാം. 2 ചോദിച്ചാലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം. ഒന്നാമത്തെ ടി ആക്ട് 1773, രണ്ടാമത്തെ കറൻസി നിയമം 1764, മൂന്നാമത്തെ പഞ്ചസാര നിയമം 1764, അടുത്തത് സ്റ്റാമ്പ് നിയമം 1765, അഞ്ചാമത്തെ ടൗൺഷെൻഡ് നിയമം 1767. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ടി ആക്ട്, കറൻസി നിയമം, പഞ്ചസാര നിയമം, സ്റ്റാമ്പ് നിയമം, ടൗൺഷെൻഡ് നിയമം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. കാരണം എന്താണ്, വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ നമ്മളെ ചോദിച്ച് എന്ത് ചെയ്യാം, പ്രാന്താക്കി വിടാം. ഓക്കെ, കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ കോണ്ടിനെന്റൽ കോൺഗ്രസ് താഴെ പറയുന്നവയിൽ ഏതാ, അമേരിക്കൻ വിപ്ലവം. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലമാണ് ഫിലാഡൽഫിയ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ഏതാന്ന് ചോദിച്ചാൽ അത് ജോർജിയാണ്. കുറച്ചു മുമ്പ് നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ജോർജിയ. ഇംഗ്ലണ്ടിലെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കുക എന്നതായിരുന്നു ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ വളരെ ഷോർട്ട് ആക്കിയിട്ടാട്ടോ തന്നെ, ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വേണമെങ്കിൽ 1-2 പേജിലേക്കൊക്കെ പോകാം. അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം സോർട്ട് ചെയ്യുക, നമ്മൾ എത്രയും പെട്ടെന്ന് എക്സാം ക്രാക്ക് ചെയ്യുക, ജോലിക്ക് കയറുക. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് 100% ഈ ഒരു LDC മിഷനിൽ ഒത്തിരി മാർക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ ടെലഗ്രാം ചാനലിലും ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ 1775. ഓക്കെ, സൈന്യത്തിന്റെ തലവനായി രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് തെരഞ്ഞെടുത്തത് ജോർജ് വാഷിംഗ്ടൺ ആണ്. കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം 1776 ജൂലൈ 4. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും അതേപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്, അത് ജെയിംസ് മാഡിസൺ ആണ്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും അതേപോലെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ഇമ്പോർട്ടന്റ് ആണ്, കൺഫ്യൂസിങ് ഫാക്ട് ആണ്, തെറ്റിപ്പോകരുത്. 1781 ടൗണിൽ വെച്ച് ബ്രിട്ടനെ പരാജയപ്പെടുത്തിയ അമേരിക്കൻ സേനാ നായകനാണ് ജോർജ് വാഷിംഗ്ടൺ എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടും വടക്കേ അമേരിക്കൻ കോളനികളും തമ്മിൽ യുദ്ധം അവസാനിച്ച വർഷം എന്താണെന്ന് ചോദിച്ചാൽ 1781. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഒപ്പുവെച്ച സന്ധി ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതാണ് പാരീസ് ഉടമ്പടി. 1783 അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഒപ്പുവെച്ച സന്ധിയാണ് ഏതെന്ന് പറയുന്നത്, പാരീസ് ഉടമ്പടി 1783. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത്, കോണ്ടിനെന്റൽ സമ്മേളനം. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത് അല്ലെങ്കിൽ പങ്കെടുത്ത കോളനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോർജിയ ആണ്. അതേപോലെ ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഓക്കെ, അതായത് ഇംഗ്ലണ്ടിലെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചുകൂട്ടിയ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ
പങ്കെടുക്കാത്ത കോളനിയാണ് കേട്ടോ ഈ പറയുന്ന ജോർജിയ എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജോർജിയ. ഓക്കെ, പങ്കെടുത്തതല്ല, പങ്കെടുക്കാത്ത കോളനിയാണ് ജോർജിയ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്ത്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ള മുദ്രാവാക്യം താഴെ പറയുന്നവയിൽ ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ വിപ്ലവമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങളാണ് ടി ആക്ട്, കറൻസി, പഞ്ചസാര, സ്റ്റാമ്പ്, ടൗൺഷെന്റ് നിയമം എന്ന് പറയുന്നത്. ഒന്നാം കോണ്ടിനെന്റിലും രണ്ടാം കോണ്ടിനെന്റിലും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാം കോണ്ടിനെന്റ് നടന്ന വർഷം 1774 ആണെങ്കിൽ രണ്ടാം കോണ്ടിനെന്റിൽ 1775 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ പാരീസ് ഉടമ്പടി നടന്ന വർഷം 1783 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അതാണ് ഫ്രഞ്ച് റവല്യൂഷൻ. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോയ ഒരു ടോപ്പിക്കാണ് ഫ്രഞ്ച് റവല്യൂഷൻ. അതായത് രാജാവിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഉപരിവർഗത്തിന്റെ ജന്മിത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹ്യ അസമത്വത്തിനെതിരെയും 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ നടന്ന വർഷം എന്നാണ് എന്ന് തന്നെയാണ്. അത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1789 എന്ത് നടക്കുന്നത്, ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. നമുക്കറിയാം 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമായിരുന്നത് ഏത് കൊട്ടാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേഴ്സായി കൊട്ടാരമാണ്. ഓക്കെ, അപ്പോൾ 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമായിരുന്നത് വേഴ്സായി കൊട്ടാരമാണ്. അക്കാലങ്ങളിൽ ഫ്രാൻസിൽ ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. കൂടാതെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ധൂർത്തന്മാരും അതേപോലെ തന്നെ എന്താണ് ഭയങ്കരമായും ഒരു ലക്ഷൂറിയസ് ലൈഫ്, അതായത് എന്താണ് അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാമോ അത്രത്തോളം ബുദ്ധിമുട്ടിച്ച് നികുതികൾ പിരിച്ച് ആഡംബര ജീവിതം നയിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു അന്നത്തെ രാജാക്കന്മാരെന്നറിയപ്പെടുന്നത്. അന്ന് ഭരിച്ചിരുന്ന ആ രാജാക്കന്മാരെ അറിയപ്പെട്ടിരുന്ന രാജവംശമാണ് ബോർബൻ രാജവംശം എന്ന പേരിലാണ് അവര് അറിയപ്പെട്ടിരുന്നത്, അതർവൈസ് നോൺ ആസ് ബൂർബൻ രാജവംശം. ഇനി ഫ്രഞ്ച് സമൂഹത്തെ അന്ന് നമുക്കറിയാം ഏകദേശം 3 എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അങ്ങനെ 3 എസ്റ്റേറ്റുകളിൽ ആദ്യത്തെ വർഗത്തിൽപ്പെട്ട ആളുകളാണ് പുരോഹിതന്മാർ, രണ്ടാമത്തെ വർഗത്തിൽപ്പെട്ട ആളുകളാണ് പ്രഭുക്കന്മാർ, മൂന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത് സാധാരണക്കാരും അതേപോലെ തന്നെ ഫാക്ടറി ലേബേഴ്സും അതേപോലെ തന്നെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കർഷകര്. ഇത്രയാണ് ഇതിന്റെ ഒരു ഇൻട്രോ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹോട്ട് ടോപ്പിക്സിൽ ഡേ 1 സെറ്റാണ്. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടോ, ഉറപ്പായിട്ട് ഉപകാരപ്പെടും. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളും നോക്കാം. സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ 2023 ചോദിച്ച ചോദ്യമാണ്. സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. റൂസോ ആണ്, റൂസോ. അപ്പൊ റൂസോന്റെ കൃതിയാണ് എന്ത്, സോഷ്യൽ കോൺട്രാക്ട്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തിയായിരുന്നു ലൂയി 15 ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യമാണ്. മൊണ്ടസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക് തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താ നമ്മുടെ ചോദ്യം? അതായത് ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന ഏതാണ്? അതായത് ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു? ലൂയി 15 എന്ന് പറയുന്ന ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള ചോദ്യമാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? അടുത്തത് മൂന്നാമത്തെയാണ് അടുത്ത തെറ്റെന്ന് പറയുന്നത്. 1ഉം 3ഉമാണ് ഇതിൻ്റെ അകത്ത് തെറ്റെന്ന് പറയുന്നത്. അതായത് എന്താണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നമ്മൾ പറഞ്ഞു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു എന്താണ്? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞത് ഏതാണ്? അമേരിക്കൻ വിപ്ലവമാണ്.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ലൂയി 16 ലൂയി 15 ഓക്കെ. അപ്പൊ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി 16 അതേപോലെ തന്നെ ലൂയി 16 ഭാര്യയായിട്ടുള്ള മേരി അന്റോണിയറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ വ്യക്തമായി ചർച്ച ചെയ്തു പോയതാണ്. ഓക്കെ, മൂന്നാമത്തെ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളതാണ് എന്ത് അടുത്തൊരു നമ്മുടെ എന്താണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നമുക്കറിയാം. ഏതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. നമുക്കറിയാം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് 1789 ജൂൺ 20 എന്ത് നടക്കുന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അതായത് മൂന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട ആളുകളൊക്കെ ടെന്നീസ് കോർട്ടിലേക്ക് ഒത്തുകൂടുകയും അവിടെ വെച്ച് രാജാവിന്റെ എന്താണ് അധികാരം പരിമിതപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിനായിട്ട് ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും അന്ന് നടന്ന ആ ഒരു സംഭവം അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഈ പ്രതിജ്ഞയിൽ തുടർന്നാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് നയിച്ചത് മിറാബ്യൂ, അതേപോലെ തന്നെ എന്താണ് അബസിയസ് എന്ന് പറയുന്ന രണ്ട് പുരോഹിതന്മാരായിരുന്നു ഈ ഒരു എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത് എന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായി തന്നെ പഠിച്ചു പോയതാണ്, അത്ര ക്രിസ്റ്റൽ ക്ലാരിറ്റിയോട് കൂടി. ഓക്കെ, അപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ മക്കളെ എന്നാണ്? 1789 ജൂൺ 20 ഏത് നടന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്. മൂന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട ആളുകളാണ് ടെന്നീസ് കോർട്ടിൽ എന്ത് ചെയ്തത്? ഈ പറയുന്ന പ്രതിജ്ഞയ്ക്ക് വേണ്ടി ഒത്തുകൂടിയത്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അടുത്ത് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് വിപ്ലവങ്ങളുടെ മാതാവ്? ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. രാജ്യമെന്നത് ഒരു പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചതും ഏത് വിപ്ലവം തന്നെയാ? ഫ്രഞ്ച് വിപ്ലവം തന്നെയാണ്. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത്. അതേപോലെ തന്നെ അതിന്റെ മുദ്രാവാക്യം നമുക്കറിയാം. ഏതാണ് മുദ്രാവാക്യം എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യം ലോകത്തിന് തന്നെ സംഭാവന നൽകിയ വിപ്ലവം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആയിരുന്നു ആരെന്ന് പറയുന്നത്? ലൂയി 16. അദ്ദേഹത്തിന്റെ അതിസുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയുടെ പേരായിരുന്നു മേരി അന്റോണിയറ്റ് എന്ന് പറയുന്നത്. അതായത് സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിന്റെ ഉടമ എന്ന ഖ്യാതി നേടിയ വനിത ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? മേരി അന്റോണിയറ്റ് തന്നെയാ. കാരണം എന്തായിരുന്നു? പാവപ്പെട്ട ജനങ്ങൾ അന്നത്തെ ദിവസത്തെ ഫുഡിന് വേണ്ടിയിട്ട് എന്താണ് യാചിച്ചു നിൽക്കുന്ന സമയത്താണ് ആ പാവപ്പെട്ട ജനതയോട് ആര് പറയുന്നത്? നിങ്ങൾക്ക് എന്ത് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് പറയുന്ന ഒരൊറ്റ വാക്കുകൊണ്ട് എന്താണ് അതായത് നമ്മൾ പറയാറില്ലേ, അതായത് ചിലപ്പോ ഒക്കെ ജീവിതം മാറാനായിട്ട് ഒറ്റ വാക്കു മതി അല്ലെങ്കിൽ ഒരു പ്രസ്താവന മതി എന്ന്. അപ്പോൾ അങ്ങനെ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഫ്രഞ്ചില് എന്താണ് കുപ്രസിദ്ധി നേടിയ ഒരു രാജ്ഞി തന്നെയായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ മേരി അന്റോണിയറ്റ്. അപ്പോൾ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ? നമ്മുടെ ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് പറയുന്ന പ്രസ്താവന ഉന്നയിച്ചത് താഴെ പറയുന്നവയിൽ ആരുമായിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മേരി അന്റോണിയറ്റ്. മേരി അന്റോണിയറ്റ് ആരുടെ ഭാര്യയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂയി 16 ഭാര്യയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഫ്രഞ്ച് റെവല്യൂഷന്റെ സമയത്ത്, അതായത് എന്താണ് വൈഡൂര്യമാല വിവാദവുമായി ബന്ധപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ വൈഡൂര്യമാല വിവാദവുമായി ബന്ധപ്പെട്ട രാജ്ഞി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? മേരി അന്റോണിയറ്റ് തന്നെയാണ്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ലക്ഷ്യം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നമുക്കറിയാം 1789 ജൂൺ 20 നമ്മളിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞു മൂന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട ആളുകളാണ് അതിൽ പങ്കെടുത്തതെന്നുള്ളത്. ഇനി 3 എസ്റ്റേറ്റുകളായിട്ടാണ് അന്ന് ഫ്രാൻസിലെ സൊസൈറ്റിയെ തിരിച്ചിരുന്നെന്ന് പറഞ്ഞു. ഒന്നാമത്തെയാണ് പുരോഹിതന്മാർ, രണ്ടാമത്തെ പ്രഭുക്കന്മാർ, മൂന്നാമത്തെയാണ് സാധാരണക്കാർ. അതായത് കച്ചവടക്കാരല്ല, അതായത് ഫാക്ടറി ലേബേഴ്സും അതേപോലെ തന്നെ എന്താണ് ഫാർമേഴ്സുമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളെന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ബൂർബൻ വാഴ്ചയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന ജയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ബാസ്റ്റിൽ കോട്ട എന്ന് പറയുന്നത്. ബാസ്റ്റിൽ കോട്ട തകർക്കലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്ന വിപ്ലവത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ഫ്രാൻസിന്റെ ജനത എന്താണ്
കരുതി പോകുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു, വിപ്ലവകാരികൾ തകർത്ത ജയിലായിരുന്നു ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. തകർത്ത വർഷം 1789 ജൂലൈ 14 അന്ന് തന്നെയാണ് ഫ്രാൻസിന്റെ ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത്. അതായത് ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിലായിരുന്നു ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാസ്റ്റിൽ ജയിൽ തകർത്തതാണ്. അപ്പോൾ 1789 ജൂലൈ 14 തകർത്തത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ബാസ്റ്റിൽ ജയിൽ തകർക്കൽ. ഫ്രഞ്ച് ദേശീയ ദിനം ജൂലൈ 14 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ തകർത്ത് ഫ്രഞ്ച് റവല്യൂഷൻ തുടങ്ങുന്നതിന് തന്നെ കാരണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബാസ്റ്റിൽ കോട്ട തകർക്കത്തത്. ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് 1789 ഓഗസ്റ്റ് 12. അപ്പൊ അത്രയും കാര്യങ്ങൾ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോട്ട് ടോപ്പിക്സിൽ Day 1 ക്ലാസ് നിങ്ങൾക്ക് ഒന്ന് കേൾക്കാം. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരാരൊക്കെയാണ്? കഴിഞ്ഞ എക്സാമിന് ട്രിവാൻഡ്രം LDC ചോദിച്ചു എന്ത്, നമ്മുടെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് ലോ അല്ലെങ്കിൽ നിയമങ്ങളുടെ അന്തസത്ത എന്ന് പറയുന്ന കൃതി താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അതാണ് ആരെന്ന് പറയുന്നത്, നിയമങ്ങളുടെ അന്തസത്ത എന്ന് പറയുന്ന കൃതി ആരുടെയാണ്? അത് മൊണ്ടസ്ക്യൂവിന്റെ കൃതിയാണ്. ഓക്കെ, റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട റൂസോയുടെ കൃതിയാണ് ഏതെന്ന് പറയുന്നത്, സോഷ്യൽ കോൺട്രാക്ട്. ഓക്കെ, അപ്പൊ സോഷ്യൽ കോൺട്രാക്ട് ആണ് റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി. ഇനി എന്താണ് എമിലി എന്ന് പറയുന്നത് ആരുടെ കൃതിയാന്ന് ചോദിച്ചാൽ അതും ആരുടെ തന്നെയാണ്, റൂസോന്റെ തന്നെയാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി എന്ന് പറയുന്നത്. അടുത്തതാണ് വോൾട്ടയർ എന്ന് പറയുന്നത്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടയർ. പ്രധാന കൃതിയാണ് ഏജ് ഓഫ് ലൂയി 16 എന്ന് പറയുന്നത്. ഈ ഒരു കൃതി ചോദിച്ചിട്ടില്ല, വേണമെങ്കിൽ ചോദിക്കാം, കാരണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഏജ് ഓഫ് ലൂയി 16 ആരുടെ കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ടയറിന്റെ ആണ്. അടുത്തത് മൊണ്ടസ്ക്യൂ. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്ന വിഭാഗങ്ങളായി തിരിക്കണം എന്ന് വാദിച്ച ചിന്തകനാണ് മൊണ്ടസ്ക്യൂ. നിയമങ്ങളുടെ അന്തസത്ത അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ലോ എന്ന പ്രസിദ്ധമായ കൃതിയുടെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആ ചോദ്യമായിരിക്കും നിങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ നിയമങ്ങളുടെ അന്തസത്ത അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ലോ എന്ന പ്രസിദ്ധമായ കൃതിയുടെ രചയിതാവാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ മൊണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688. നെപ്പോളിയന്റെ പതനത്തിനിടയാക്കിയ യുദ്ധം വാട്ടർലൂ യുദ്ധം നടന്നത് 1818. 1492 കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു. റഷ്യൻ വിപ്ലവം നടന്നത് 1917. സിവിൽ എക്സൈസ് ഓഫീസർ 2023 ചോദിച്ച ചോദ്യമാണ്. ഇതിൻ്റെ ഒറ്റ കാര്യം മാത്രമാണ് നമുക്ക് തെറ്റായിട്ട് പറയാൻ പാടുള്ളൂ. എന്താണ്? അതായത് നെപ്പോളിയന്റെ പതനത്തിന് ഇടയാക്കിയ യുദ്ധം നടന്നത് 1818 എന്ന് പറയുന്നതാണ് വാട്ടർലൂ യുദ്ധം. ആ ഒരു പ്രസ്താവന മാത്രമാണ് ഇതിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ളൂ. എന്നാണ് ഈ പറയുന്ന വാട്ടർലൂ യുദ്ധം നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1815 വാട്ടർലൂ യുദ്ധം നടന്നത്. അപ്പോൾ ആ ഒരു പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളൂ. ബാക്കി എല്ലാം എന്താണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നെപ്പോളിയൻ ബോണപ്പാർട്ട്, അതായത് മാൻ ഓഫ് ഡെസ്റ്റിനി, അതേപോലെ തോൽവി എന്നത് എൻ്റെ നിഘണ്ടുവിലില്ല എന്ന് തന്നെ പറഞ്ഞ ഒരു വിപ്ലവകാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ. അപ്പോൾ നമ്മളെല്ലാവരുടെയും ഏതൊരാളിൻ്റെ ആണെങ്കിലും അവരുടെ എല്ലാവരുടെയും ഉള്ളില് എല്ലാവരും ആരാധിച്ചിരിക്കുന്ന ഒരു മുഖമാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ. കാരണം അത്രത്തോളം ധീരനായിട്ടുള്ള ഒരു പുരുഷനായിട്ട് കണക്കാക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹം ജനിച്ചത് 1769 ഓഗസ്റ്റ് 15 കോഴ്സിക്ക എന്ന് പറയുന്ന ദ്വീപിലാണ് ആര് ജനിക്കുന്നത്, നെപ്പോളിയൻ ജനിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിലല്ല ആര് ജനിക്കുന്നത്, നെപ്പോളിയൻ ജനിക്കുന്നത്. അതായത് ഫ്രാൻസ് വെട്ടിപ്പിടിച്ച കോഴ്സിക്ക എന്ന് പറയുന്ന ഒരു ദ്വീപിലായിരുന്നു ആര് ജനനം, നെപ്പോളിയന്റെ ജനനം. ആദ്യകാലം മുതലേ നെപ്പോളിയനെ ഏറ്റവും ഇഷ്ടമില്ലാത്തിരുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു ഏതെന്ന് പറയുന്നത്, ഫ്രാൻസ് എന്ന് പറയുന്നത്. പിന്നീടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഫ്രാൻസിലേക്ക് വരികയും അവിടുത്തെ മിലിറ്ററി അസിസ്റ്റന്റ് ആയിട്ട് ജോലി നോക്കുകയും അവസാനം എന്ത് ചെയ്ത് ഫ്രാൻസ് ഭരിക്കാൻ വരെ ഉതകും വിധം ലെവലിലേക്ക് മാറിയ ഒരാളാണ് ആരെന്ന് പറയുന്നത്, നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നു.
ലിറ്റിൽ കോർപ്പറൽ, മാൻ ഓഫ് ഡെസ്റ്റിനി എന്ന പേരിൽ അറിയപ്പെട്ടു. ഫ്രാൻസിനെ ആധുനീകരിച്ച ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരവുള്ളൂ, അത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷം എന്നാന്ന് ചോദിച്ചാൽ 1799 ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുകയാണ്. നെപ്പോളിയൻ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ചു 1804. നെപ്പോളിയനെ ആദ്യം നാടുകടത്തിയ ദ്വീപ് ഏതാന്ന് ചോദിച്ചാൽ സെന്റ് ഹെലേന ദ്വീപിലേക്കാണ്. ആദ്യമായിട്ട് സെന്റ് എൽബ എന്ന് പറയുന്ന ദ്വീപിലേക്കാണ് നെപ്പോളിയനെ ആദ്യമായിട്ട് നാടുകടത്തിയത്. നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാന്ന് ചോദിച്ചാൽ അത് വാട്ടർലൂ യുദ്ധമാണ്. നെപ്പോളിയന്റെ പൂർണ്ണമായ പരാജയത്തെ തുടർന്ന് നെപ്പോളിയനെ നാട് കടത്തിയതാണ് സെന്റ് ഹെലേന ദ്വീപ്. അപ്പോൾ 2 ദ്വീപാണ് പഠിച്ചത്, സെന്റ് എൽബ ദ്വീപും സെന്റ് ഹെലേന ദ്വീപും. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? സെന്റ് എൽബ. രണ്ടാമത് എന്നേക്കുമായിട്ട് വാട്ടർലൂ യുദ്ധത്തിന്റെ പരാജയത്തെ തുടർന്ന് അദ്ദേഹത്തെ നാട് കടത്തുകയാണ്. എങ്ങോട്ടേക്ക്? സെന്റ് ഹെലേന ദ്വീപിലേക്ക്. വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനാ നായകൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർതർ വെല്ലസ്ലി ആണ്. നമുക്കറിയാം നമ്മുടെ സ്വന്തം പഴശ്ശിരാജയെ തോൽപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അതും ആര് തന്നെയാണ്? ആർതർ വെല്ലസ്ലി ആണ്. വാട്ടർലൂ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെൽജിയമാണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആർതർ വെല്ലസ്ലി ആണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. നെപ്പോളിയൻ മരണമടഞ്ഞ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1821 നെപ്പോളിയൻ മരണമടഞ്ഞത്. ഇൻഫോപ്ലക്സിലേക്ക് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഒന്ന്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫാക്റ്റുകളാണ് ബോസ്റ്റൺ ടീ പാർട്ടി, കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. ഈ 2 വേർഡ്സ്, അതായത് ഈ 2 കാര്യങ്ങളും എപ്പോഴും PSC ചോദിക്കുന്നതാണ്. താഴെ പറയുന്നതിൽ ബോസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അടുത്തത് ഫ്രഞ്ച് വിപ്ലവം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഫ്രഞ്ച് വിപ്ലവം ഏതാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ബാസ്റ്റിൽ ജയിൽ തകർച്ച, സെപ്റ്റംബർ കൂട്ടക്കൊല. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവമാണ്. അടുത്തത് റഷ്യൻ വിപ്ലവത്തിന്റെയാണ്. നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് റഷ്യൻ വിപ്ലവം. രക്തരൂഷിതമായ ഞായറാഴ്ച, ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ചൈനീസ് വിപ്ലവം, ബോക്സർ കലാപം, ലോങ് മാർച്ച്. നമ്മൾ പറയുന്ന ടോപ്പിക്കാണ് ചൈനീസ് വിപ്ലവം, ബോക്സർ കലാപം, അതേപോലെ തന്നെ എന്താണ് ലോങ് മാർച്ച് ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇൻഫോ പ്ലസിലേക്ക് എന്ന ലെവലിൽ ഒന്ന് ഓർത്തു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് പഠിക്കാനുള്ളത് റഷ്യൻ റവല്യൂഷനെ കുറിച്ചാണ്. ഇതിന്റെ എല്ലാം ക്ലാസ്സുകൾ ഓൾറെഡി എന്ത് ചെയ്തേക്കണെയാണ്? ഹോട്ട് ടോപ്പിക്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നതാണ്. എങ്കിലും പുതിയൊരു ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഇൻട്രോ ഒന്ന് പറയാം. എന്താണ് റഷ്യൻ വിപ്ലവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവം നടന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1917 റഷ്യൻ വിപ്ലവം നടക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് എന്തെന്ന് പറയുന്നത്? റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തില് സോഷ്യലിസം എന്ന് പറയുന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ റവല്യൂഷൻ. നടന്ന വർഷം നമ്മൾ പറഞ്ഞു 1917. അതായത് 20-ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് എന്തെന്ന് പറയുന്നത്? റഷ്യൻ വിപ്ലവം. അതായത് അന്ന് റഷ്യ ഭരിച്ചിരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൊമനോവ് രാജവംശത്തിൽപ്പെട്ട സർ ചക്രവർത്തിമാരായിരുന്നു അന്ന് റഷ്യ ഭരിച്ചിരുന്നത്. അവരുടെ ഭരണത്തിന് കീഴിൽ യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ ശക്തി ആർജിക്കാൻ റഷ്യ ശ്രമിച്ചു. ആ ഒരു സമയത്ത് ഉയർന്നു വന്ന മറ്റു ഒരു വർഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു കുലാക്കുകൾ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ചോദ്യവും അത് തന്നെയാണ്. അതായത് കുലാക്കുകൾ എന്നറിയപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നാട്ടിലുണ്ടായിരുന്ന വൻകിട ഭൂ ഉടമകൾ അന്ന് അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു എന്തെന്ന് പറയുന്നത്? കുലാക്കുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ കുലാക്കുകൾ എന്താണ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് താഴേക്കിടയിലുള്ള കർഷകരെ പീഡിപ്പിച്ച് അവരിൽ നിന്നും കഠിനമായി എന്ത് ചെയ്യുക? ഈ പറയുന്ന നികുതി പിരിക്കുക എന്നതായിരുന്നു ഇവരുടെ ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത്. വ്യവസായവൽക്കരണത്തിന്റെ വ്യാപനം റഷ്യയിലെ തൊഴിലാളികളെ വൻതോതിൽ ചൂഷണം ചെയ്യപ്പെടുന്നതിന് കാരണമാവുകയാണ്. ഇതിനൊക്കെ പിന്തുണച്ചിരുന്ന ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ കർഷകരും തൊഴിലാളികളും സംഘടിക്കാൻ ആരംഭിച്ചു. അങ്ങനെയാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്ന ആ ഒരു വിപ്ലവം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റഷ്യൻ വിപ്ലവത്തിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന ലെവലിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നേരെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോവാം. റഷ്യയിൽ കൂട്ടുകൃഷി, ഓക്കെ, റഷ്യയിൽ റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ ചോദ്യത്തിലേക്ക് പോവാം.
അതായത് റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂ ഉടമകളുടെ വർഗം ഏത് പേരിലാണ് അറിയപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മളിപ്പോ പറഞ്ഞു എന്താണ് കുലാക്കുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോ റഷ്യയിൽ എന്താണ് റഷ്യയിൽ ഉണ്ടായിരുന്ന കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂ ഉടമ വർഗം അറിയപ്പെട്ടിരുന്നതാണ് കുലാക്കുകൾ. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. അതായത് എന്താണ് വൻകിട ഭൂ ഉടമകളാണ് ഈ കുലാക്കുകൾ എന്ന് പറയുന്നത്. കുലാക്കുകളാണ് അന്നാട്ടിലെ കർഷകർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നത് ഈ പറയുന്ന അവരുടെ സ്വത്തുക്കൾ, അതായത് ഈ പറയുന്ന സ്ഥലങ്ങൾ അവർക്ക് കൃഷി ചെയ്യാനായിട്ട് കൊടുത്തു. പക്ഷെ അതിൻ്റെ ഒരു നിബന്ധന ഉണ്ടായിരുന്ന എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന എന്താണോ വിള അതാണ് അവിടെ കൃഷി ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാതെ കർഷകരുടെ ഇഷ്ടത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, കൃഷി ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള എന്താണ് അതായത് ഒരു മൊണോപ്പൊളി ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് റഷ്യയിൽ ഈ കുലാക്കുകൾ എന്ന് പറയുന്ന വംശം ചെയ്തിരുന്നത്. അവരുടെ കാര്യങ്ങൾ മാത്രം അവർ നോക്കി കർഷകരെ പണിയെടുപ്പിക്കുക, അവരിൽ നിന്ന് നികുതി ചുമത്തുക, ധാന്യങ്ങൾ കളക്ട് ചെയ്യുക, ഇത്രയായിരുന്നു അവരുടെ ഉദ്ദേശം. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതാണ് താഴെ പറയുന്നവയിൽ അതായത് ബ്ലഡി സൺഡേ, ഡ്യൂമ, ബാസ്റ്റിൽ ജയിൽ പതനം, യുദ്ധകാല കമ്മ്യൂണിസം. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഈ സംഭവം എന്താണ്? നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ 2023 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ അപ്പോ എന്താണ് നിലവില് ഇത് ബ്ലഡി സൺഡേ, അതേപോലെ തന്നെ എന്താണ് ഡ്യൂമ, ബാസ്റ്റിൽ ജയിൽ പതനം, യുദ്ധകാല കമ്മ്യൂണിസം. ഇതിന്റെ അകത്ത് ഏതാണ്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞാണ് ബാസ്റ്റിൽ ജയിൽ പതനം എന്ന് പറയുന്നത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് ബാസ്റ്റിൽ ജയിൽ പതനം. ഓക്കെ, അടുത്തതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അതേപോലെ തന്നെ എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി, രക്തരൂഷിത ഞായറാഴ്ച, ബോക്സർ കലാപം. ഇവയിൽ രക്തരൂഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു റഷ്യയിലെ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂ ഉടമ വർഗം അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു എന്തെന്ന് പറയുന്നത്? കുലാക്കുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. റഷ്യൻ വിപ്ലവം നടന്ന വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, എന്നാണ് റഷ്യൻ വിപ്ലവം നടന്നത്? 1917 റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിയോ ടോൾസ്റ്റോയ് ആണ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത്. മാർക്സിസ്റ്റ് ആശയങ്ങൾ കൊണ്ട് തൊഴിലാളികൾക്ക് ആവേശം പകർന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് കാൾ മാർക്സും അതേപോലെ തന്നെ ഫെഡറിക് എംഗൽസ് എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോൾ മാർക്സിസ്റ്റ് ആശയങ്ങൾ ശരിക്കും ആ ഒരു സമയത്ത് റഷ്യയിൽ രൂപപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകൃതമായത് 1905. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹോട്ട് ടോപ്പിക്സിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. അങ്ങനെ മെൻഷെവിക്കുകൾ, ബോൾഷെവിക്കുകൾ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് വളരെ വ്യക്തമായി പോയിട്ടുണ്ട്. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടിയാണ് ഏതെന്ന് പറയുന്നത് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഇത് രൂപം കൊണ്ട വർഷം ചോദിച്ചാൽ 1905. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയിൽ 2 വിഭാഗങ്ങളാണ് നിലവിലുണ്ടായിരുന്നത്. ഒന്ന് ബോൾഷെവിക് എന്നും രണ്ടാമത്തെ മെൻഷെവിക്കുകൾ എന്നുമാണ് ആ 2 വിഭാഗം അറിയപ്പെട്ടത്. അപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയിലെ 2 വിഭാഗങ്ങളായിരുന്നു ആരൊക്കെ? ബോൾഷെവിക്കുകളും അതേപോലെ തന്നെ മെൻഷെവിക്കുകളും. ലെനിൻ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയിലെ വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ലെനിൻ ഏത് വിഭാഗത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്? ബോൾഷെവിക്കിലാണ്. ഇനി ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും അതേപോലെ തന്നെ ട്രോട്സ്കിയുമാണ്. ഓക്കെ, അപ്പൊ ലെനിനും ട്രോട്സ്കിയാണ് ഏത് പാർട്ടിക്ക് നിലവിൽ നേതൃത്വം കൊടുത്തത്? ലെനിനും ട്രോട്സ്കിയാണ് ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത്. എന്നാൽ മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത്? അത് അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയുന്ന ആളാണ്. ഏതിന്? മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് അലക്സാണ്ടർ കെരൻസ്കി. അതേപോലെ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് ലെനിനും ട്രോട്സ്കിയാണ്. ഈ മെൻഷെവിക്, ഇവിടുത്തെ മെൻഷെവിക് ആണ് ടൈപ്പിംഗിൽ വന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ അവിടെ കയറി വന്നത്. ഓക്കെ, അപ്പൊ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയും, മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കിയാണ്. റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം കൃഷിഭൂമി കർഷകന്, പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, സമാധാനം എല്ലാവർക്കും. ഇതായിരുന്നു റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അതായത് ഏതൊക്കെയാണ്? കൃഷിഭൂമി കർഷകന്,
പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, സമാധാനം എല്ലാവർക്കും. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആണെങ്കിലോ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആണെങ്കിലോ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതാണ് ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് തന്നെ നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്നറിയപ്പെടുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത്. തൊഴിലാളികളുടെ സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യൻ ചക്രവർത്തി രൂപീകരിച്ച നിയമനിർമ്മാണ സഭ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ദ്യൂമ എന്ന പേരിൽ. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ ഫാദർ ജോർജ് ഗാബോണിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനമായിരുന്നു പെട്രോഗ്രാഡിലേക്ക് 1905 ജനുവരി 9 എന്ന് പറയുന്നത്. പെട്രോഗ്രാഡിൽ പ്രകടനം നടത്തിയ 100 കണക്കിന് തൊഴിലാളികൾക്ക് നേരെ പട്ടാളം വെടിവെച്ചതിനെ തുടർന്ന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ആ ദാരുണമായ സംഭവം അറിയപ്പെട്ടതായിരുന്നു മക്കളെ എന്തെന്ന് പറയുന്നത് രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്ന് പറയുന്നത്. കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു രീതിയിലും ജീവിച്ചു പോകാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യാണ്, അന്നത്തെ ചർച്ച് മിഷണറി ആയിട്ടുള്ള ജോർജ് ഗാബോന്റെ അകത്തേക്ക് ചെല്ലുകയാണ്. ജോർജ് ഗാബോന്റെ നേതൃത്വത്തിൽ അവരെന്ത് ചെയ്യാണ്, ഒരു സംഘം രൂപീകരിക്കുകയാണ്. അന്ന് അവർ എടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് തുല്യമായിട്ടുള്ള വേതനം കൊടുക്കണം, അതേപോലെ അമിതമായിട്ടുള്ള ജോലിഭാരം അവർക്ക് എന്ത് ചെയ്യരുത്, അനുവദിച്ചുകൂടാ. അതേപോലെ തന്നെ എന്ത് ചെയ്യരുത്, അവർക്ക് കൃത്യമായ ഒരു സമയം ജോലിക്ക് വേണ്ടി കൊടുക്കണം, അതിനനുസരിച്ചുള്ള ശമ്പളവും കൊടുക്കണം എന്നതായിരുന്നു അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവരെന്ത് ചെയ്യാണ്, അന്നത്തെ റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള പെട്രോഗ്രാഡിൽ കൂടി ഒരു മാർച്ച് സംഘടിപ്പിക്കുകയാണ്. അതിന് നേതൃത്വം വെച്ചത് അന്നത്തെ ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗമായിരുന്ന നമ്മുടെ ജോർജ് ഗാബോൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷെ ആ സംഭവത്തിന് നേരെ എന്ത് ചെയ്യാണ്, പെട്രോഗ്രാഡിലേക്ക് പഠനം നടത്തിയ 100 കണക്കിന് തൊഴിലാളികൾക്ക് നേരെ പട്ടാളം വെടിവെച്ചു. അങ്ങനെ 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ആ ദാരുണമായ സംഭവത്തെ അറിയപ്പെട്ടിരുന്ന പേരാണ് ബ്ലഡി സൺഡേ എന്നുള്ളത്. ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും പറയാനില്ല. അത്ര ഗംഭീരമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഡിസ്കസ് ചെയ്ത് പോയേക്കുന്നതാണ്. എങ്കിലും പുതിയതായിട്ട് വന്ന ഉദ്യോഗാർത്ഥികൾക്കും നിങ്ങൾക്ക് ഒരു റിവിഷൻ കൂടി ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും ഇത് പറയുന്നത്. ആർക്കെങ്കിലും അതൊരു അരാജകത്വമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, ഇനി രക്തരൂഷിതമായ ഞായറാഴ്ചയ്ക്ക് ശേഷം റഷ്യയിൽ രൂപം കൊണ്ട തൊഴിലാളി സംഘടനയായിരുന്നു എന്തെന്ന് പറയുന്നത് സോവിയറ്റുകൾ. യുദ്ധത്തിൽ, അതായത് റഷ്യയിൽ യുദ്ധകാല കമ്മ്യൂണിസം, പുത്തൻ സാമ്പത്തിക നയം മുതലായവ നടപ്പിലാക്കിയത് വ്ളാഡിമർ ലെനിനാണ്. ഓക്കെ, അപ്പോൾ റഷ്യയിലെ യുദ്ധകാല കമ്മ്യൂണിസം, പുത്തൻ സാമ്പത്തിക നയം മുതലായവ നടപ്പിലാക്കിയത് വ്ളാഡിമർ ലെനിനാണ്. ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ഗവൺമെന്റിന്റെ തലവനായിരുന്നു അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ഗവൺമെന്റിന്റെ തലവനായിരുന്നു ആരെന്ന് പറയുന്നത് അലക്സാണ്ടർ കെരൻസ്കി. റഷ്യയിൽ താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയ മെൻഷെവിക് നേതാവായിരുന്നു അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യയില് താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയ മെൻഷെവിക് നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്, അലക്സാണ്ടർ കെരൻസ്കി ആണ്. ആരാണ്, അലക്സാണ്ടർ കെരൻസ്കി. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും എന്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കണം, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. കുലാക്കുകള്, അതേപോലെ തന്നെ എന്താണ്, അതേപോലെ റഷ്യൻ വിപ്ലവം നടന്ന വർഷം എന്താന്നുള്ളത്, പ്രവാചകനായിട്ടുള്ള ലിയോ ടോൾസ്റ്റോയി, അതേപോലെ തന്നെ മെൻഷെവിക്ക്, ബോൾഷെവിക്ക്, അതേപോലെ തന്നെ ആരാണ്, ഈ പറയുന്ന ലെനിനും ട്രോട്സ്കിയും, അലക്സാണ്ടർ കെരൻസ്കി ആരാന്ന് പഠിക്കണം, ദ്യൂമ എന്താന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന ബ്ലഡി സൺഡേ, താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കണം. അതേപോലെ തന്നെ എന്താണ്, അന്നത്തെ എന്താണ് ഗവൺമെന്റിന്റെ നയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതും, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ജോർജ് ഗാബോൺ ആരാന്നുള്ളതും, ഇത്രയും കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യണം, മിനിമം റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ചൈനീസ് വിപ്ലവമാണ്. ഓക്കെ, ചൈനീസ് വിപ്ലവം. ഓക്കെ, ഇനി ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന ലെവലിൽ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. അതായത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച, റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ച വിപ്ലവം, അതായിരുന്നു എന്തെന്ന് പറയുന്നത് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. അതായത് ചൈനയിലെ രാജവാഴ്ച നമുക്കറിയാം, അതിന് അന്ത്യം കുറിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിലേക്ക് വേണ്ടി തുടക്കം കുറിച്ച ആ ഒരു വിപ്ലവമാണ് എന്തെന്ന് പറയുന്നത് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. അന്ന് ചൈന ഭരിച്ച അവസാന രാജവംശം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മാഞ്ചു രാജവംശമാണ്. യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെടെ കോളനിയിൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങളായിരുന്നു കറുപ്പ് വ്യാപാരവും അതേപോലെ തന്നെ തുറന്ന വാതിൽ നയം. അപ്പോ കറുപ്പ് വ്യാപാരവും അതേപോലെ തന്നെ തുറന്ന വാതിൽ നയവും താഴെ പറയുന്നവയിലെ ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്,
ചൈനീസ് വിപ്ലവമാണ്. അതായത് വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച ചൈനീസ് രാജവംശമാണ് ഏതെന്ന് പറയുന്നത് മഞ്ചു രാജവംശം. അതിന്റെ മുന്നോടിയായി ഒരു ചെറിയ കാര്യം കൂടി പറയാം, അതായത് കറുപ്പ് വ്യാപാരം. ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളാണ് പട്ട്, തേയില, മൺപാത്രങ്ങൾ. ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ലഹരി പദാർത്ഥമായിരുന്നു എന്തെന്ന് പറയുന്നത് കറുപ്പ് എന്ന് പറയുന്നത്. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിന്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതിനെ തുടർന്ന് ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധമാണ് എന്തെന്ന് പറയുന്നത് കറുപ്പ് യുദ്ധം അല്ലെങ്കിൽ ഒപ്പിയം വാർ. നടന്ന കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1839 മുതൽ 1842 വരെ ആയിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്കും ബാക്കി വസ്തുതകളിലേക്കും പോവാം. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ്? 1936 ലോങ് മാർച്ച്, ഡോക്ടർ സൻ യാറ്റ്സൻ 11 വിപ്ലവം, 1927 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനയിൽ ആഭ്യന്തര യുദ്ധം, കുമിന്താക്കളും ചൈനീസുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലായിരുന്നു. ഇതിന്റെ അകത്ത് ഏതാണ് തെറ്റായ പ്രസ്താവന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ഉം 3ഉമാണ് ഇതിന്റെ അകത്ത് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. താഴെ പറയുന്നവയിൽ സൻ യാറ്റ്സന് 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 2 മാത്രമാണ്. സമഗ്രാധിപത്യം. അപ്പോ സൻ യാറ്റ്സൻ എന്ന് പറയുന്ന ആളുടെ 3 തത്വങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ 3 തത്വങ്ങൾ ഏതൊക്കെയായിരുന്നു? സൻ യാറ്റ്സന്റെ 3 തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 ദേശീയതയാണ്, 2ാമത്തെ ജനാധിപത്യമാണ്, 3ാമത്തെ സോഷ്യലിസം. അതായത് ദേശീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് സൻ യാറ്റ്സന്റെ ഈ ആശയങ്ങളെ അറിയപ്പെട്ടിരുന്നത് 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വളരെ വ്യക്തമായി തന്നെ ചരിത്രത്തിന്റെ താളുകളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്നത് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസമാണ്. ആക്ച്വലി ഈ ദേശീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക എന്നതാണ് ദേശീയത കൊണ്ട് അവരുദ്ദേശിച്ചത്. ഇനി ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ജനാധിപത്യ ഭരണം എന്ത് ചെയ്യുക? സ്ഥാപിക്കുക. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. ഇനി സോഷ്യലിസം ആണെങ്കിലോ മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. ഇതായിരുന്നു സോഷ്യലിസം എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിൽ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1900 1901 ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം എന്ന് പറയുന്നത്. ഓക്കെ, ബോക്സർ കലാപം ബന്ധപ്പെട്ട വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1899 1900. അതായത് മഞ്ചു രാജവംശത്തിനെതിരെ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ സംഘടിപ്പിച്ച കലാപമാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് മക്കളെ? ബോക്സർ കലാപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബോക്സർ കലാപം നടന്നത് കറക്റ്റ് ആയിട്ടൊരു ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ 1900 എന്ത് നടന്നത്? ഈ ബോക്സർ കലാപം നടന്നത്. ബോക്സർ കലാപം നടന്ന രാജ്യം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ചൈനയാണ്. ബോക്സർ കലാപത്തിന്റെ മുദ്ര അതാണ് ഏറ്റവും കൂടുതൽ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്കോ അല്ലെങ്കിൽ PSC ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ളത് ബോക്സർമാരുടെ മുഷ്ടി. അതായത് ഈ മുഷ്ടി നമ്മൾ കാണാറുണ്ട് പല എംബ്ലങ്ങളായിട്ട് ചൈനയിൽ. ആ മുഷ്ടിയാണ് എന്തെന്ന് പറയുന്നത്? ബോക്സർ കലാപത്തിന്റെ മുദ്ര എന്ന് പറയുന്നത്. ബോക്സർ കലാപം പരാജയപ്പെട്ടുവെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ശക്തി പകർന്നത് ചൈനയിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോക്സർ കലാപത്തിന്റെ സാന്നിധ്യം തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർമ്മയിലേക്ക് എന്ന ലെവലിൽ എന്ത് ചെയ്യുക? ഈ പറയുന്ന ബോക്സർ കലാപം ഒന്ന് വയ്ക്കുക. അപ്പൊ കാലഘട്ടം ചോദിച്ചാൽ 1900 മുതൽ 1901 പക്ഷെ ഒരു കറക്റ്റ് ഇയർ ആയിട്ടാണ് ചോദിച്ചതെങ്കിൽ അത് 1900 ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 1900 എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നതായിരിക്കും. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കുമെതിരായി ചൈനയിൽ 20ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കുമെതിരായി നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ് അത് എന്താന്നുള്ളത്. അപ്പോൾ വിദേശാധിപത്യത്തിനും അതേപോലെ തന്നെ എന്താണ്? രാജവാഴ്ചയ്ക്കുമെതിരായി ചൈനയിൽ 20ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. മഞ്ചു രാജവംശത്തിനെതിരെ ചൈനയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? സൻ യാറ്റ്സൻ എന്ന് പറയുന്നത്. മഞ്ചു രാജഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സൻ യാറ്റ്സൻ. ചൈന പുനരുജ്ജീവന സംഘം എന്ന ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പാർട്ടിയാണ് പിന്നീട് ഏത് ലെവലിലേക്ക് മാറിയത്? കുമിന്താങ് പാർട്ടി എന്ന ലെവലിലേക്ക് മാറിയത്. മഞ്ചു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവമാണ് 1911 ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ചു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവം ഏതാന്ന് ചോദിച്ചാൽ 1911 ചൈനീസ് വിപ്ലവം. ദക്ഷിണ ചൈനയിൽ സൻ യാറ്റ്സൻ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ച പാർട്ടിയാണ് ഏതെന്ന് പറയുന്നത്? കുമിന്താങ് പാർട്ടി എന്ന് പറയുന്നത്. ചൈനയെ
ചൈനീസ് വിപ്ലവത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട മഞ്ജു രാജാവ് ആരാന്ന് ചോദിച്ചാൽ അത് പുയി എന്ന് പറയുന്ന ആളാണ്. ചൈനീസ് വിപ്ലവത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട മഞ്ജു രാജാവാണ് പുയി. ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം 1912 ആണ്. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് സൻ യാറ്റ്സൻ ആണ്. 1925 സൻ യാറ്റ്സന്റെ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന നേതാവാണ് ചിയാൻ കൈഷക്ക്. ഓക്കെ, അപ്പോൾ 1925 സൻ യാറ്റ്സൻ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന നേതാവാണ് ചിയാൻ കൈഷക്ക്. ആരായിരുന്നു മാവോ സേതൂങ്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് മാവോ സേതൂങ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകൻ. ചൈനയിൽ സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാവ്. മാവോയുടെ നേതൃത്വത്തിലുള്ള സേനയായിരുന്നു ഏത് പേരിൽ അറിയപ്പെട്ടത്? ചുവപ്പു സേന. ചുവപ്പു സേന എന്ന പേരിൽ അറിയപ്പെട്ടത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാവോ സേതൂങ്ങിന്റെ എന്താണ് നേതൃത്വത്തിലുള്ള സേന അറിയപ്പെട്ടിരുന്ന പേരാണ് ചുവപ്പു സേന. ഓക്കെ, അടുത്ത് ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്നതാണ് ലോങ് മാർച്ച്. മാവോ സേതൂങ് ചൈനയിൽ ലോങ് മാർച്ച് നടത്തിയ വർഷം എന്താന്ന് ചോദിച്ചാൽ 1934 മാവോ സേതൂങ് ചൈനയിൽ ലോങ് മാർച്ച് നടത്തിയ വർഷം 1934. നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള സാഹസികമായ ഈ യാത്ര വടക്ക് പടിഞ്ഞാറ് യവാനിൽ എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്, യനാനിൽ. ഓക്കെ, അപ്പോൾ നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള ഈ അതിസാഹസികമായിട്ടുള്ള യാത്രയാണ്. അത് വടക്ക് പടിഞ്ഞാറ് യനാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അവസാനിക്കുന്നത്. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്രയ്ക്ക് അറിയപ്പെട്ടിരുന്നതാണ് ലോങ് മാർച്ച് എന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 12,000 കിലോമീറ്റർ. നമുക്ക് ഇവിടെ 120 കിലോമീറ്റർ പോലും സഞ്ചരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, 12 കിലോമീറ്റർ എന്താണ് പോകാൻ പറഞ്ഞാൽ പോലും നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോഴാണ് 12,000 കിലോമീറ്റർ എന്താണ് ലോങ് മാർച്ച് നടത്തിയത്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്ന വർഷം 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത്. നവീന ജനാധിപത്യം എന്നത് ജനകീയ ചൈന റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന തത്വമാണ്. അപ്പൊ നവീന ജനാധിപത്യം എന്നത് ജനകീയ ചൈന റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന തത്വമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന സൻ യാറ്റ്സന്റെ 3 തത്വങ്ങൾ എന്ന് പറയുന്നത്. ലോങ് മാർച്ച്, അതേപോലെ തന്നെ എന്താണ് മാവോ സേതൂങ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചൈനീസ് വിപ്ലവവുമായി ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തതാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്താണ്? ഓക്കെ, അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. അതായത് തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. ലാറ്റിൻ ഭാഷയുമായി ബന്ധമുള്ള പോർച്ചുഗീസ്, സ്പാനിഷ് ഭാഷകൾ സംസാരിക്കുന്നവർ ഇവിടങ്ങളിൽ കുടിയേറി സ്ഥിരതാമസമാക്കിയത് കൊണ്ടാണ് ഈ പ്രദേശം ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതായത് തെക്കേ അമേരിക്കയും അതേപോലെ തന്നെ മധ്യ അമേരിക്കയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്കയുമായി ബന്ധമുള്ള എന്താണ്, അതായത് ലാറ്റിൻ ഭാഷയുമായി ബന്ധമുള്ള പോർച്ചുഗീസ്, സ്പാനിഷ് ഭാഷകൾ സംസാരിക്കുന്നവർ ഇവിടങ്ങളിൽ കുടിയേറി സ്ഥിരതാമസമാക്കിയത് കൊണ്ടാണ് ഈ ഒരു പ്രദേശത്തെ ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്നത്. 16, 17 നൂറ്റാണ്ടുകളിൽ സ്പാനിഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും കടന്നുകയറ്റത്തിനെതിരെ നടന്ന വിപ്ലവമായിരുന്നു എന്തെന്ന് പറയുന്നത്? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ 16, 17 നൂറ്റാണ്ടുകളിൽ സ്പാനിഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും കടന്നുകയറ്റത്തിനെതിരെ നടത്തിയ വിപ്ലവമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ലാറ്റിൻ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചത് സ്പാനിഷുകാരും അതേപോലെ തന്നെ പോർച്ചുഗീസുകാരുമാണ്. കോളനി ഭരണം ലാറ്റിൻ അമേരിക്കൻ ജനജീവിതത്തെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പെയിൻകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിക്കാൻ ഉതവുകയാണ്. അതേപോലെ തന്നെ സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്പാനിഷ് കൃഷി രീതികളും കാർഷിക വിളകളുമാണ് കോളനികൾ നടപ്പിലാക്കിയത്. യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. ഇതൊക്കെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളനി ഭരണം ലാറ്റിൻ അമേരിക്കൻ ജനജീവിതത്തെ എങ്ങനെയൊക്കെയാ ബാധിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താണ് 16, 17 നൂറ്റാണ്ടുകളിൽ സ്പാനിഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും കടന്നുകയറ്റത്തിനെതിരെ നടന്ന ആ വിപ്ലവത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം. അതായത് തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്?
ഇൻക സംസ്കാരം എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരമാണ് ഇൻക സംസ്കാരം. വടക്കേ അമേരിക്കയിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങളായിരുന്നു ഏതൊക്കെ? മിസിസിപ്പി, അതേപോലെ തന്നെ കരീബിയൻ, അതേപോലെ മൊഗല്ലാൻ, പടയോൺ എന്നതാണ് വടക്കേ അമേരിക്കയിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങൾ. തെക്കേ അമേരിക്കയിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്കേ അമേരിക്കയിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങളാണ് മായൻ, ഇൻക, അസ്ടെക്, ടോൾടെക്. ഓക്കെ, ഇതാണ് തെക്കേ അമേരിക്കയിൽ നിലനിന്നിരുന്നത്. ഓക്കെ, അപ്പോൾ വടക്കേ അമേരിക്കയിലാണെങ്കിൽ മിസിസിപ്പി, കരീബിയൻ, മൊഗല്ലാൻ, പടയോൺ എന്നതാണ് വടക്കേ അമേരിക്കയിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങൾ. തെക്കേ അമേരിക്കയിലാണെങ്കിൽ മായൻ, ഇൻക, അസ്ടെക്, ടോൾടെക്. മധ്യകാല അമേരിക്കയിൽ ഉപയോഗിച്ചിരുന്ന കലണ്ടർ ആയിരുന്നു മായൻ കലണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ മധ്യകാല അമേരിക്കയിൽ ഉപയോഗിച്ചിരുന്ന കലണ്ടർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, മായൻ കലണ്ടർ ആണ്. മായന്മാരുടെ കലണ്ടറിൽ ഉണ്ടാകുന്ന ദിവസങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 365 ദിവസങ്ങൾ തന്നെ. മായൻ കലണ്ടറിലെ ഒരു വർഷം 20 ദിവസം വീതമുള്ള 18 മാസങ്ങളായിരുന്നു ശരിക്കും. ഓക്കെ, അപ്പോൾ മായൻ കലണ്ടറിലെ ഒരു വർഷം എന്ന് പറയുന്നത് 20 ദിവസം വീതമുള്ള 18 മാസങ്ങൾ. ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ച ദിവസങ്ങളാണ് 5 ദിവസങ്ങൾ. ഓക്കെ, അങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് 365 ദിവസം ആയത്. ഇൻക രാജവംശത്തിന്റെ സ്ഥാപകനാണ് മാൻകോ കപ്പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മാൻകോ കപ്പാക്ക് ആണ് ഇൻക രാജവംശത്തിന്റെ സ്ഥാപകൻ. ഇൻക സംസ്കാരത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാച്ചു പിച്ചു ആണ്. മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ എന്ന കവിത എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ ചിലിയൻ കവിയായിട്ടുള്ള പാബ്ലോ നെരൂദ. നമുക്ക് കേട്ടിട്ടുണ്ട് ഈ പാബ്ലോ നെരൂദയെ കുറിച്ച് നമ്മൾ പറഞ്ഞേക്കണെയാണ്. അപ്പോൾ ചിലിയൻ കവിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന പാബ്ലോ നെരൂദ. ഓക്കെ, ഇനി വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിന്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത് സൈമൺ ബൊളീവിയർ. ഓക്കെ, അപ്പോൾ വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിന്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചത് സൈമൺ ബൊളീവർ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചകൻ, അതേപോലെ തന്നെ എന്താണ് തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ വെനസ്വേലയാണ്. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സ്പെയിന്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? സൈമൺ ബൊളീവിയർ തന്നെയാണ്. ഓക്കെ, അപ്പോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചകൻ എന്ന പേരിൽ അറിയപ്പെട്ടു. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്ന പേരിൽ അറിയപ്പെട്ടു. ജന്മസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വെനസ്വേലയാണ്. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സ്പെയിന്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? സൈമൺ ബൊളീവിയർ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ക്ലാസ് ആണ് ഒന്നാം ലോക മഹായുദ്ധം. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഹോട്ട് ടോപ്പിക്സിൽ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് ഏത് ഫസ്റ്റ് വേൾഡ് വാറും അതേപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറും വളരെ വ്യക്തമായി തന്നെ നമ്മൾ പറയുന്നുണ്ട്. അതായത് എന്തായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ കൊണ്ടെത്തിച്ച യുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം? ഒന്നാം ലോക മഹായുദ്ധത്തെ പറയാം. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ പ്രധാനപ്പെട്ട 2 സൈനിക സഖ്യങ്ങളായിരുന്നു ത്രികക്ഷി സഖ്യം, അതർവൈസ് നോൺ എസ് ട്രിപ്പിൾ അലയൻസ് എന്ന പേരിൽ അറിയപ്പെട്ടു. മറ്റേത് ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം, അതായത് ട്രിപ്പിൾ എൻഡന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം. ത്രികക്ഷി സഖ്യത്തിലാണെങ്കിലോ ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലിയാണ് ത്രികക്ഷി സഖ്യം. ത്രികക്ഷി സൗഹാർദ്ദത്തിലാണെങ്കിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഓക്കെ, ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി അന്ന് ആരുടെ കൂടെയായിരുന്നു? ത്രികക്ഷി സഖ്യത്തിലും പിന്നീട് ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്കും മാറുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള വസ്തുതകൾ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണമല്ലാത്തത് ഏതെല്ലാം? ബാൽക്കൻ രാജ്യങ്ങളിലെ പ്രതിസന്ധി, ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള അനാക്രമണ കരാർ, ജർമ്മനിയുടെ വ്യാവസായിക മുന്നേറ്റം, ഇറ്റലിയിൽ ഫാസിസവും ജർമ്മനിയിൽ നാസിസവും വളർന്നു വന്നു. അപ്പോ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണമല്ലാത്തത് ഏതൊക്കെയാ? 2ഉം 4ഉമാണ് ഇതിൻ്റെ അകത്ത് കാരണമല്ലാത്തത് എന്ന് പറയുന്നത്. ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള അനാക്രമണ സന്ധി, രണ്ടാമത്തെ എന്താണ്? ഇറ്റലിയിൽ ഫാസിസവും നാസിസവും വളർന്നു വന്നത്. ഓക്കെ, അടുത്തത് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യയാണ് ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ചിരുന്ന മൂലകം ഏതാണ്?
ഏതാണ് രാസായുധമായി ഉപയോഗിച്ചിരുന്ന മൂലകം? ക്ലോറിൻ ആണ് രാസായുധമായിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തില്. രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ട് എന്താണ് ബോംബുകൾ, പ്ലൂട്ടോണിയത്തിന്റെയും അതേപോലെ തന്നെ യുറേനിയത്തിന്റെയും, ലിറ്റിൽ മാനും അതേപോലെ തന്നെ ഫാറ്റ് ബോയും ഒക്കെ നമ്മൾ പറയാം രണ്ടാം ലോക മഹായുദ്ധത്തില്. ഒന്നാം ലോക മഹായുദ്ധത്തിലെ കാലഘട്ടം എന്ന് പറയുന്നത് 1914 മുതൽ 1918 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത് അതായത് ആ സമയത്താണ്, അതായത് യുദ്ധത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് 1914 ജൂണില് ആസ്ട്രിയൻ കിരീടാവകാശിയായിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ബോസ്നിയൻ തലസ്ഥാനമായിട്ടുള്ള സരാവോയിലേക്ക് വരികയാണ്. അപ്പൊ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് വരുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന തീവ്ര ദേശീയത വിഭാഗത്തിൽപ്പെട്ട, അതായത് ബ്ലാക്ക് ഹാൻഡ് എന്ന് പറയുന്ന ആ ഒരു രഹസ്യ സംഘടനയിൽപ്പെട്ട യുവാവാണ് ഗാവ്ലോ പ്രിൻസപ്പ് എന്ന് പറയുന്നത്. അതായത് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിച്ച യുവാവ് ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഗാവ്ലോ പ്രിൻസപ്പ്. അദ്ദേഹം ഏത് സംഘടനയിൽപ്പെട്ട ആളാ? ബ്ലാക്ക് ഹാൻഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ആരെ വധിച്ചു? ഈ പറയുന്ന ആർച്ച് ഡ്യൂക്ക് ആയിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ അവിടെ വെച്ച് വധിക്കുകയാണ്. ആദ്യം ബോംബെറിഞ്ഞു, അതില് എന്ത് ചെയ്യാണ്, കഷ്ടിച്ച് തലനാരിഴയില് ഫെർഡിനാൻഡും അദ്ദേഹത്തിന്റെ ഭാര്യയും എന്ത് ചെയ്യാണ്, രക്ഷപ്പെടുകയാണ്. പക്ഷെ എന്ത് ചെയ്യാണ്, വീണ്ടും അവരെ വെടിവെച്ചാണ് ആര് കൊല്ലുന്നത്? ഗാവ്ലോ പ്രിൻസപ്പ് കൊല്ലുന്നത്. അദ്ദേഹം ബ്ലാക്ക് ഹാൻഡ് രഹസ്യ സംഘടനയിൽപ്പെട്ട ആളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ആസ്ട്രിയ സെർബിയയെ ആക്രമിച്ച വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1914 ജൂലൈ 28 ആദ്യമായിട്ട് ആക്രമിക്കുന്നത്. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാനിടയാക്കിയ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ കോസ് ആൻഡ് റീസൺ ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫെർഡിനാൻഡിന്റെ മരണമാണ്. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം പ്രഖ്യാപിച്ച് സെർബിയ എന്ത് ചെയ്യാണ്, ആദ്യമായി യുദ്ധം തുടങ്ങുകയാണ്. അത് 1914 ജൂലൈ 28 ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദ സഖ്യരാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ആണ് മക്കളെ പാൻ സ്ലാവ് പ്രസ്ഥാനം, രണ്ടാമത്തത് പാൻ ജർമ്മൻ പ്രസ്ഥാനം, മൂന്നാമത്തെ പ്രതികാര പ്രസ്ഥാനം. ഓക്കെ, അപ്പോൾ ഈ 3 പ്രസ്ഥാനങ്ങളുമാണ് ഒന്നാം ലോക മഹായുദ്ധവുമായി, അതായത് നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായിട്ടും അതേപോലെ തന്നെ തീവ്ര ദേശീയത എന്ന് പറയുന്നതും ഫെർഡിനാൻഡിന്റെ മരണം, ഈ 3 കാരണങ്ങളാണ് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള. അപ്പൊ ആ ഒരു സമയത്ത് ഈ തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ 3 പ്രസ്ഥാനങ്ങളാണ് ഈ പറയുന്ന പാൻസ്ലാവ്, പാൻ ജർമ്മൻ, പ്രതികാരം. അതിൻ്റെ അകത്ത് പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത് കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരുടെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ രൂപീകരിച്ച പ്രസ്ഥാനമാണ് പാൻസ്ലാവ് എന്ന് പറയുന്നത്. ഇനി പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത് മധ്യ യൂറോപ്പിലും അതേപോലെ തന്നെ ട്യൂട്ടോണിക് വർഗക്കാരെ, മധ്യ യൂറോപ്പില് ബാൽക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കാൻ ജർമ്മനി തുടങ്ങിയ പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആരുടെ നേതൃത്വത്തിലാ? പാൻ ജർമ്മൻ പ്രസ്ഥാനം ജർമ്മനിയുടെ നേതൃത്വത്തില്. പാൻ സ്ലേവ് എന്ന് പറയുന്നതോ അതായത് റഷ്യയുടെ നേതൃത്വത്തിലാണ് പാൻ സ്ലേവ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത് പ്രതികാര പ്രസ്ഥാനം. അതായത് 1871 ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്നും നേടിയ അൽസൈസ് ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്തെന്ന് പറയുന്നത് പ്രതികാര പ്രസ്ഥാനം ഉടലെടുത്തത്. ജർമ്മനി കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ 1871 ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്ന് അൽസൈസ് ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുകയും ജർമ്മനി കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിന് വേണ്ടി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. ഓക്കെ, ഇനി യൂറോപ്യൻ രാജ്യങ്ങളെ പ്രതിസന്ധികളിലേക്ക് നയിച്ച സാമ്രാജ്യത്വ കിടമത്സരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് മൊറോക്കൻ പ്രതിസന്ധിയും അതേപോലെ തന്നെ ബാൽക്കൻ പ്രതിസന്ധിയും. ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്തു വെച്ചോ. എന്താണ് മൊറോക്കൻ പ്രതിസന്ധി, അതേപോലെ തന്നെ ബാൽക്കൻ പ്രതിസന്ധി. മൊറോക്കൻ പ്രതിസന്ധി നടന്ന വർഷം ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ, 1904 മൊറോക്കൻ പ്രതിസന്ധി. അതായത് മൊറോക്കൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് രഹസ്യസന്ധിയിൽ ഏർപ്പെട്ട രാജ്യമാണ് ബ്രിട്ടനും അതേപോലെ തന്നെ ഫ്രാൻസ് എന്ന് പറയുന്നതും. അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിക്കോ. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ഒത്തിരി നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ലെങ്ത് ഒത്തിരി കൂടും ക്ലാസ്സിന്റെ, അതുകൊണ്ട്
തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഒന്നാം ലോക മഹായുദ്ധം വേണമെങ്കിൽ ക്ലാസ് നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട്, ഹോട്ട് ടോപ്പിക്സ്, ഒന്ന് പോയി കണ്ടാൽ മതി. ഓക്കെ. പുരുഷന് യുദ്ധം സ്ത്രീകൾക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണ്? വില്ലേജ് ഫീൽഡേഴ്സിന്റെ 2023 ചോദിച്ച ചോദ്യമാണ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്നത് ആരുടെ വാക്കാന്ന് ചോദിച്ചാൽ ആരുടെയാണ്? മുസോളിനിയുടെ വാക്കാണ്. ഓക്കെ, മുസോളിനിയുടെ വാക്കാണ് എന്തെന്ന് പറയുന്നത്? പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന് പറയുന്നത്. ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മുസോളിനി. ഇറ്റലിയുടെ ഭരണാധികാരിയായ വർഷം 1922. രൂപീകരിച്ച സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? ഫാസിഡി കൊബാറ്റിമെന്റോ. അപ്പോൾ ഫാസിഡി കൊബാറ്റിമെന്റോ ആരുടെ സംഘടനയാണെന്ന് ചോദിച്ചാൽ മുസോളിനിയുടെ സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? ഫാസിഡി കൊബാറ്റിമെന്റോ. രൂപീകരിച്ച അർദ്ധ സൈനിക വിഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ. താഴെ പറയുന്നവയിൽ ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? മുസോളിനിയുടെയാണ് കരിങ്കുപ്പായക്കാർ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ബാക്കി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തേണ്ട നമ്മുടെ ഹോട്ട് ടോപ്പിക്സിൽ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്ത് പോയേക്കണെയാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണ്. രണ്ടാം ലോക മഹായുദ്ധം. ഓക്കെ, രണ്ടാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധം. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1939 മുതൽ 1945 വരെ, അതായത് നീണ്ട 6 വർഷക്കാലമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് ശരിക്കും ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? രണ്ടാം ലോക മഹായുദ്ധമാണ്. അതേപോലെ തന്നെ അണുവായുധത്തിന്റെ പ്രയോഗം നടന്ന യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും രണ്ടാം ലോക മഹായുദ്ധമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് കാരണമാവുകയും ചെയ്തു. അങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധമില്ലാത്തത് എഴുതുക. കപടയുദ്ധം, സീ ലയൺ, 6 ദിന യുദ്ധം, ഓപ്പറേഷൻ ബാർബറോസ. ഏതാണ്? 6 ദിന യുദ്ധമാണ് എന്ത് ഈ പറയുന്നവയിൽ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധമില്ലാത്തത്. ഓക്കെ, അടുത്തത് 1967 നടന്ന അറബ് ഇസ്രായേൽ യുദ്ധത്തിന്റെ മറ്റൊരു പേരായിരുന്നു എന്തെന്ന് പറയുന്നത്? 6 ദിന യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1967 നടന്ന അറബ് ഇസ്രായേൽ യുദ്ധത്തിന്റെ മറ്റൊരു പേരാണ് 6 ദിന യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് കപട യുദ്ധം എന്ന് പറയുന്നത്? നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ ചർച്ച ചെയ്തു പോയതാണ്. അതായത് ശക്തമായ എന്താണ് യുദ്ധമില്ലാതിരുന്ന ഒരു കാലഘട്ടം, അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കപട യുദ്ധം എന്ന് പറയുന്നത്. അതായത് എന്താണ് സഖ്യ ശക്തികളും അതേപോലെ തന്നെ എന്താണ് ഇവരൊക്കെ ഇനി എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കിക്കൊണ്ടിരുന്നത്. അതായത് എന്താണ് ജർമ്മനിക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരം വിട്ടുകൊടുത്ത് ജർമ്മനിക്കും ജപ്പാനും ഒക്കെ എന്താണ് പൂർണ്ണമായിട്ട് അധികാരം വിട്ടുകൊടുക്കുകയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ ബ്രിട്ടനും അതേപോലെ തന്നെ ഫ്രാൻസൊക്കെ. എന്നിട്ട് അവരോട് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്ന ആ ഒരു സമയം, അതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? കപടയുദ്ധം. കാരണം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? യുദ്ധം എന്താന്നുള്ളത് അവരെ അറിയിക്കുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ വളരെ ഗംഭീരമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ക്ലാസ്സിൽ, വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടോ. അപ്പോ അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടം 1939 സെപ്റ്റംബർ മുതൽ 1940 ഏപ്രിൽ വരെയുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് നമുക്ക് കപട യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ശക്തമായ യുദ്ധങ്ങൾ നടക്കാത്ത കാലഘട്ടം, അതിനെയാണ് കപട യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് പശ്ചിമേഷ്യ. താഴെ പറയുന്നവയിൽ ഏതു പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അതാണ് ഏതെന്ന് പറയുന്നത്? പശ്ചിമേഷ്യ. താഴെ പറയുന്നതിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേരിചേരാ പ്രസ്ഥാനം, യൂണിറ്റ് പ്രസ്ഥാനം, ജൂത ജനകീയ പ്രസ്ഥാനം, ജൂത വിമോചന പ്രസ്ഥാനം. ഏതാണ്? സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ്. ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. ഓക്കെ, അപ്പൊ ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. ജൂതർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രമാശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി അല്ലെങ്കിൽ എഴുത്തുകാരൻ ആരാന്ന് ചോദിച്ചാൽ അത് തിയോഡർ
ഹെർഷലാണ്. തിയോഡർ ഹെർഷൽ ജൂതരാഷ്ട്രം എന്ന ആശയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന തന്റെ പുസ്തകം ഏതാന്ന് ചോദിച്ചാൽ ദ ജൂവിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം എന്തിനെ കുറിച്ച് പറയുന്നത്, ജൂതർക്ക് പ്രത്യേകമായിട്ട് എന്ത് വേണം, ഒരു സ്റ്റേറ്റ് വേണം എന്ന് പറയുന്നത്. ഓക്കെ, ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ചത് 1948. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കണമെന്ന് പറഞ്ഞ പ്രഖ്യാപനമാണ് ബാൽഫർ പ്രഖ്യാപനം. അപ്പോൾ എന്താണ് ബാൽഫർ പ്രഖ്യാപനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാം ലോക മഹായുദ്ധത്തില് ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കണമെന്ന് പറഞ്ഞ പ്രഖ്യാപനമാണ് ബാൽഫർ പ്രഖ്യാപനം. ബാൽഫർ പ്രഖ്യാപനം നടത്തിയ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അർദർ ബാൽഫർ ആണ്. അർദർ ബാൽഫർ. ഇസ്രായേലിന്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് പാലസ്തീൻ വിമോചന സംഘടന എന്ന് പറയുന്നത്. അപ്പോ എന്താണ്, ഇസ്രായേലിന്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികൾക്ക് ആകേണ്ടി വന്ന പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് പാലസ്തീൻ വിമോചന സംഘടന. 1967 നടന്ന അറബ് ഇസ്രായേൽ യുദ്ധത്തിന്റെ മറ്റൊരു പേരായിരുന്നു 6 ദിന യുദ്ധം. നമ്മൾ പറഞ്ഞു 1967 അറബ് ഇസ്രായേൽ യുദ്ധം. അതിനെ പറയുന്ന പേരാണ് 6 ദിന യുദ്ധം. പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ യാസർ അറാഫത്താണ് പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് എന്ന് പറയുന്നത്. പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകിക്കൊണ്ട് 1993 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച കരാറിനെയാണ് ഓസ്ലോ കരാർ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഓസ്ലോ കരാർ. ഓസ്ലോ കരാർ ഒപ്പുവെച്ചത് 1993 അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഈ കരാർ ഒപ്പുവെച്ചത്. പാലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകിക്കൊണ്ടാണ് ഈ ഒരു കരാർ ഒപ്പുവെക്കുന്നത്. അപ്പോൾ ഓസ്ലോ കരാർ 1993 ആരുടെ മധ്യസ്ഥതയിലാണ് ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചാൽ മക്കളെ അതിന്റെ ഉത്തരം അമേരിക്കയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാൻ പോകുന്നത് ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ചാണ്. ഐക്യരാഷ്ട്ര സംഘടന. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്തായാലും PSC എക്സാമുകളിൽ ഒത്തിരി ആവർത്തിച്ചു വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും പഠിക്കണം. അതേപോലെ തന്നെ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്നും PSC എക്സാമുകളിൽ വരാറുണ്ട്. UN അന്താരാഷ്ട്ര സംഘടനകൾ, അതേപോലെ തന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ട ബാക്കി വസ്തുതകളും. ഓക്കെ, അതായത് അന്തർദേശീയ തലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതേപോലെ തന്നെ അതിന് പരിഹാരം കാണുന്നതിനും ലോകരാജ്യങ്ങൾ തമ്മിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക രംഗത്ത് സഹകരണം പരിപോഷിപ്പിക്കുന്നതിനും രൂപീകരിച്ച സംഘടനയാണ് എന്തെന്ന് പറയുന്നത്, അന്തർദേശീയ സംഘടന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഐക്യരാഷ്ട്ര സഭ എന്ന് പറയുന്നത്. ഓക്കെ, ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനം ഏതാണ്? താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനമാണ് ഏതെന്ന് പറയുന്നത് പാരീസ് സമ്മേളനം. യാൾട്ട, പാരീസ്, സാൻ ഫ്രാൻസിസ്കോ, പോസ്റ്റ്ഡാം സമ്മേളനം. ഏതാണ്? പാരീസ് സമ്മേളനമാണ്. ഫയർമാൻ 2022 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് കുറേ ഡേറ്റും കുറേ പുതിയ പേരുകളുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പൊ പെട്ടെന്നുള്ള ഒരു എന്താണ്, നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വരാൻ ഏറ്റവും നല്ലത് ഇതിന്റെ PYQ തന്നെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഹോട്ട് ടോപ്പിക്സ് കിടക്കുന്നുണ്ട്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക് ചാർട്ടർ ആണ്. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് US പ്രസിഡന്റും അതേപോലെ തന്നെ വിൻസൻ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമാണ് എന്ത് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത്. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത്. ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും അതേപോലെ തന്നെ ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലുമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്ന ഇന്ത്യൻ വംശജനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2022 ചോദിച്ചാണ്. ആരാണ്? രഘുറാം രാജനാണ്. അടുത്തത് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് പൊതുവെ അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന്? വേൾഡ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെട്ടത്. ലോകബാങ്ക് നിലവിൽ വന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
1944 ഡിസംബർ 27 ലോകബാങ്ക് നിലവിൽ വന്നത്. പ്രവർത്തനം ആരംഭിച്ചത് 46 ജൂൺ 25. ഇതിന്റെ ആസ്ഥാനം എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് ബാങ്ക് വാഷിംഗ്ടൺ DC ആണ്. അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 189 പേരാണ് ലോകബാങ്കില് അംഗമായിട്ടുള്ളത്. ഓക്കെ, ഇനി ലോകബാങ്കിന്റെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്നുള്ളതാണ് ലോകബാങ്കിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? സിവിൽ എക്സൈസ് ഓഫീസർ 2023 ചോദിച്ച ചോദ്യമാണ്. അത് നമുക്ക് നോക്കാം. 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമായി നിലവിൽ വന്നു. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 2015 ഏപ്രിൽ കണക്കനുസരിച്ച് 171 രാജ്യങ്ങളാണുള്ളത്. ഇതിൻ്റെ അകത്ത് ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 1ഉം 2ഉമാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഓൾറെഡി ചെയ്തേക്കുന്നതാണ്. എന്താണ് UNOയും അതേപോലെ തന്നെ അനുബന്ധ വസ്തുതകളും അന്താരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളും. ഓക്കെ, WTO ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം എന്നാ ചോദിച്ചാൽ 1995 WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപീകൃതമായത്. യുനെസ്കോ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫെബ്രുവരി 21 യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 21. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ UN അന്താരാഷ്ട്ര വർഷങ്ങൾ 2022 മുതൽ ഒന്ന് ഓർത്തു വയ്ക്കുക. 2022 അന്താരാഷ്ട്ര കൈത്തൊഴിൽ മത്സ്യബന്ധന ജലകൃഷി വർഷം, ഗ്ലാസ് വർഷമാണ് 2022. 2023 ആണെങ്കിൽ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 2024 അന്താരാഷ്ട്ര ക്യാമിലറ്റ് വർഷമാണ് 2023. 2024 അന്താരാഷ്ട്ര ക്യാമിലറ്റ് വർഷം. 2024 അന്താരാഷ്ട്ര ക്യാമിലറ്റ് വർഷം. 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ്. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്തു വെച്ചോ. 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം, 2024 അന്താരാഷ്ട്ര ക്യാമിലറ്റ് വർഷം, 2025 അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം, 2026 അന്താരാഷ്ട്ര പാസ്റ്ററലിസ്റ്റുകൾ വർഷം, അതായത് അന്താരാഷ്ട്ര റേഞ്ച് ലാൻഡ് വർഷം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? 2026. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പഠിച്ച കാര്യങ്ങൾ മക്കളെ അന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഓരോ ദിവസവും പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ കൃത്യം 9 മണിക്ക് ക്വസ്റ്റ്യൻ ബോർഡ് ഉണ്ട്, അതിൽ അറ്റൻഡ് ചെയ്ത് മൊത്തമായിട്ട് എല്ലാം റിവിഷൻ ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നല്ലൊരു റാങ്കിലേക്ക് എത്താനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. അത് നിങ്ങൾ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ അത് തറവായി കിടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ ഒരു 100 റാങ്കിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇനിയും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീഡിയോയും നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത്രത്തോളം സീരിയസോടുകൂടി തന്നെ കണ്ട് അത് പഠിക്കാനായിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈക്കും ഷെയറും സബൊക്കെയാണ്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.